കാലാവസ്ഥ മാറിയപ്പോൾ മുട്ടുവേദനയും ശരീരവേദനയും കൂടിയോ? ദഹന പ്രശ്നങ്ങളും നീർക്കെട്ടും അനുഭവപ്പെടുന്നുണ്ടോ? പുതുതായി ഇത്തരം ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഈ വീഡിയോ. കേരളീയർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് കഞ്ഞി. കഞ്ഞി എന്നുള്ളത് ദഹന പ്രശ്നങ്ങൾക്കും ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാര മാർഗമാണ്. പനി, വയറിളക്കം അല്ലെങ്കിൽ ഊർജം കുറവുള്ള എന്നീ അവസ്ഥകളെല്ലാം മാറ്റിയെടുക്കും. അരിയും വെള്ളമാണ് ഒരു കഞ്ഞിയുടെ മുഖ്യ ഘടകം. എന്നാൽ ദ്രവ്യങ്ങൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഗുണവും വ്യത്യാസം ഉണ്ടാവും. ഇതിൽ തന്നെ പ്രധാനിയാണ് കർക്കിടക കഞ്ഞി. കർക്കിടക മാസത്തിൽ അത്തായ സമയത്ത് കഴിക്കുന്നതാണ് ഏറെ ഉത്തമം. 10 ദിവസം മുതൽ ഒരു മാസം വരെ ഉപയോഗിക്കുന്നതാണ് ഏറെ നല്ലത്. പിന്നെ ഉഴിച്ചിൽ, പീച്ചിൽ എന്നിവ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് ശേഷം കർക്കിടക കഞ്ഞി ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കഞ്ഞി കുടിക്കുന്ന കാലത്ത് ഒപ്പം പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ദോഷങ്ങളെല്ലാം അകറ്റാനും ശരീരശുദ്ധിയാക്കാനും സഹായിക്കും. കർക്കിടക കഞ്ഞിയുടെ ഉപയോഗ സമയത്ത് തന്നെ മദ്യപാനം, പുകവലി, മത്സ്യമാംസമുട്ട, ലഹരി പദാർത്ഥങ്ങൾ, കഠിനാധ്വാനം, ഉറക്കമൊഴിച്ചിൽ, ദൂരയാത്ര എന്നിവയൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. കർക്കിടക കഞ്ഞി വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. എങ്ങനെയെന്ന് പറയാം. അരിയുടെ 1/10 അളവിൽ ഔഷധങ്ങൾ ചേർത്തെടുത്തിട്ടാണ് കഞ്ഞി തയ്യാറാക്കേണ്ടത്. ഉലുവയും കുത്തരി അല്ലെങ്കിൽ പൊടിയരിയും ചേർത്ത്, അല്ലെങ്കിൽ ഉലുവയും നവര അരിയും ചെറുപയറും ചേർത്ത് കഞ്ഞിയുണ്ടാക്കിയിട്ട് തേങ്ങാപ്പാൽ, ഉപ്പ്, ജീരകം ചേർത്ത് കർക്കിടക കഞ്ഞി കുടിച്ചാൽ ശരീരതാപം അകറ്റി ശക്തിയും ദേഹപുഷ്ടിയും ഉണ്ടാകും. പല്ലിന് ബലം കുറവോ തേയ്മാനമോ എന്നിവ ഉള്ളവർക്ക് എള്ള് കഞ്ഞിയിൽ ചേർക്കുന്നത് നല്ലതാണ്. പ്രോട്ടീൻ ആവശ്യമാണെങ്കിൽ കഞ്ഞിയിൽ ചെറുപയർ, പയർ എന്നിവ ചേർക്കാം. കടല, അണ്ടിപ്പരിപ്പ് എന്നിവ മാംസപുഷ്ടിക്ക് നല്ലതാണ്. ശരീരത്തിന് ഊർജമുണ്ടാകാനും ചൂട് കുറയ്ക്കാനും മുതിര നല്ലതാണ്. മരുന്ന് കഞ്ഞി കഴിച്ച് ദഹിക്കുന്നതിന് മുമ്പ് വെള്ളം, കാപ്പി, ചായ, പകൽ സമയം ഉറക്കം, അധിക വ്യായാമം എന്നിവ ഒഴിവാക്കുന്നത് നല്ലതാണ്. ദഹനക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കാനും പാടില്ല. വയറെരിച്ചിൽ, അൾസർ, ഫിഷർ, ഭഗന്ധരം, രക്തസ്രാവം, മൂലക്കുരു എന്നിവ രോഗങ്ങളുള്ളവർ മരുന്ന് കഞ്ഞി കഴിക്കുമ്പോൾ ശ്രദ്ധയോടെ വേണം കഴിക്കാൻ. BP, പ്രമേഹ രോഗം എന്നിവയുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കർക്കിടക കഞ്ഞി കഴിക്കാവുന്നതാണ്. മെൻസസ് ടൈമിലോ അധിക വെള്ളപ്പോക്ക് സമയത്തൊന്നും കഞ്ഞി കുടിക്കേണ്ടതില്ല. അമിതവണ്ണമുള്ളവരോ ദഹനശക്തി കുറവുള്ളവരോ കർക്കിടക കഞ്ഞി ഉപയോഗിക്കേണ്ടതില്ല. അതുപോലെ തന്നെ 40 ദിവസം കണ്ടിന്യൂസ് കർക്കിടക കഞ്ഞി ഉപയോഗിക്കാനും പാടില്ല.